നല്ല മൂവിയാണ്. അതിന് വേണ്ട പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ തെയ്യം ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് സൗത്ത് കേരളയിലെ ആൾക്കാർക്ക് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. കരിഞ്ച തെയ്യത്തിൻ്റെ നല്ലൊരു ചിത്രീകരണം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് തെയ്യം കാണാനായിട്ട് കണ്ണൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ലോണം ചെയ്തിട്ടുണ്ട് സിനിമ. അടിപൊളിയാണ്. ദേശക്കാരൻ അടിപൊളിയാണ്. നല്ല പടമായിരുന്നു. ഞാൻ കണ്ണൂർ തെയ്യത്തെ അറിയുന്നത് കൊണ്ട് അതെടുത്ത് കാണിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എഫക്റ്റ് ആയിട്ട് കിട്ടിയാണ്. രസമുണ്ട് കാണാനും. നല്ല അത് അനുഭവിച്ചതുകൊണ്ട് നമുക്ക് അത് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ തിറകളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഭഗവതിയായിട്ടും ഭൈരവനായിട്ടും എല്ലാം നല്ല നല്ല ചെയ്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി. എല്ലാം അടിപൊളി. ഇഫക്റ്റ് എല്ലാം സൂപ്പർ. നല്ലൊരു മൂവിയായിരുന്നു. നല്ല മൂവിയായിരുന്നു. നല്ല മേക്കിംഗ് ആയിരുന്നു മൂവി. പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ മൂവിയാണ്. സ്റ്റഡീസിനൊക്കെ നല്ല യൂസ് ആവുന്ന മൂവി. കുറെ നാളായി ഇങ്ങനൊരു മൂവിയൊക്കെ കണ്ടിട്ട്. കുറെ നാൾക്ക് ശേഷം ഇപ്പോ എനിക്കൊന്നും ഈ മൂവി കാണുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ തിറയാട്ടം എല്ലാം ഒരേപോലെയാണ്. ഏത് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ മൂവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം കുറച്ച് എന്തെങ്കിലും നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഓരോ തിറയാട്ടത്തിനെ പറ്റിയുള്ള നല്ല മൂവിയാണ്. നല്ല മേക്കിംഗ് ആണ്. നല്ല സൗണ്ട് എക്സ്പീരിയൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ വലിയ പ്രതീക്ഷ ഇല്ലാണ്ടാണ് വന്നതെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ പൊളിയാണ് പടം. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ കയറുന്ന സമയത്ത് വലിയ പ്രതീക്ഷ ഇല്ലാണ്ട് കയറിയിരുന്നാലും നമ്മൾ കണ്ടതിന് നമുക്ക് വർത്താണ്. നല്ല അടിപൊളി പടമാണ്. കുറെ നാൾക്ക് ശേഷം നല്ലൊരു പടം കാണാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ്. നല്ല മൂവിയാ. എല്ലാരും പോയി കാണണം. കേരളത്തിൽ ജനിച്ചവർന്ന് എല്ലാരും പോയി കാണണം. മസ്റ്റ് മൂവിയാ. കാണാൻ പറ്റിയ നല്ല മൂവിയാ. തെയ്യം നമുക്ക് കണ്ടപ്പോൾ നമ്മൾ ഇത്ര ഇതുണ്ടോ അറിയാത്തൊരു പോലും നന്നായിട്ട് മനസ്സിലാക്കും. ഇത് കാണുമ്പോൾ മസ്റ്റായിട്ട് പോയി എല്ലാവരും വാച്ച് ചെയ്യണം. എല്ലാ ക്യാമറ അവിടെ ആ ലൊക്കേഷൻ നല്ല ലൊക്കേഷനാണ്. എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. കൊള്ളാം. നല്ല അഭിനയം. പുതിയ ആൾക്കാരാ. ഡോക്ടർ അജയ് കുമാറിന്റെ സിനിമ നല്ല മൂവിയാ. നല്ല സിനിമയായിരുന്നു ചേട്ടാ. എന്താണ് എടുത്തു പറയാൻ തോന്നിയത്? എന്താ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ തെയ്യത്തിന്റെ ഒക്കെ അത് കാരണം അടിപൊളിയായിരുന്നു. BGM ഫസ്റ്റത്തെ തീം സോങ് അടിപൊളിയായിരുന്നു. എനിക്ക് ഞാനും ഒന്ന് പാലക്കാട് ആയ കാരണം കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും പടം. അല്ലെ, ഇവിടെ ഉള്ളവർ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഞാൻ അത് കണ്ട കാരണം നല്ല മേക്കിംഗ് ഒക്കെ നല്ലായിരുന്നു ചേട്ടാ. ചേട്ടാ ഒരു തെയ്യം കണ്ടിട്ടുള്ളതല്ലേ? കണ്ടിട്ടുള്ള. അപ്പൊ ഈ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ? അത് പറഞ്ഞ അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്ന പോലെ മ്യൂസിക് ഒക്കെ വന്നപ്പോ നല്ലായിരുന്നു. എങ്ങനെ ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിഷ്വലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ചേട്ടാ, അടിപൊളിയായിരുന്നു. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സിനിമയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. അടിപൊളി, ഒന്നും പറയാനില്ല. കിട്ടില്ല മേക്കിംഗ്. മ്യൂസിക് ആണെങ്കിലും BGM ആണെങ്കിലും അടിപൊളി. എന്തുകൊണ്ടാണ് അണ്ടർ റേറ്റഡ് ആവുന്നതെന്ന് മനസ്സിലാവണല്ലോ. ആള് കുറവാണ്, പക്ഷെ സിനിമ ഗംഭീരമാണ്, അടിപൊളിയാണ്. അങ്ങനെ മെഗാസ്റ്റാർസ് ഒന്നും ഇല്ലെങ്കിൽ പോലും സിനിമ സൂപ്പറാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അണ്ടർ റേറ്റഡ് ആയി പോകുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല പടം. കൂടുതൽ ഇതൊരു കഥയാണ്. കറക്റ്റാ പറഞ്ഞാൽ ശരിയാവില്ല. അല്ല കുഴപ്പമില്ല, നല്ല പടം. കാണാൻ കണ്ടോണ്ടിരിക്കാം. ക്യാമറയൊക്കെ സെറ്റപ്പാണ്. വലിയ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം.